പ്രിയമുള്ളവരെ, വോട്ടെണ്ണാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പലർക്കും പല ആകാംക്ഷയുമുണ്ട്. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്നതിനെക്കുറിച്ച്. അതിനകം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാവും UDFിലെ ഒന്നാമത്തെ ഒരാളും ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ്. VD സതീശനേക്കാളും KC വേണുഗോപാലിനേക്കാളും അനുഭവ സമ്പത്ത് ശ്രീ രമേശ് ചെന്നിത്തലക്കാണ്. അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ MLA ആയി, 27-ാമത്തെ വയസ്സിൽ മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി. സംഘടനാ തലത്ത് അദ്ദേഹം NSUവിൻ്റെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന പ്രസിഡൻ്റായി. മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ കാലം KPCC പ്രസിഡൻ്റായ വ്യക്തിയും കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. തീർച്ചയായിട്ടും ശ്രീ രമേശിന് തന്നെയാണ് ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ സാധ്യതയുള്ളത്. ഇനി മന്ത്രിമാരാരൊക്കെ എന്നതിനെക്കുറിച്ചാണ് പലർക്കും ആകാംക്ഷ. ഈ കോൺഗ്രസിൽ നിന്ന് ശ്രീ VD സതീശൻ ആഭ്യന്തരമന്ത്രിയായി വരാൻ സാധ്യതയുണ്ട്. ധനകാര്യമന്ത്രിയായി വരാൻ സാധ്യതയുണ്ട്. ആഭ്യന്തരമന്ത്രിയായിട്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നേക്കാം. സണ്ണി ജോസഫ്, K മുരളീധരൻ, VT ബൽറാം, PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ എന്നിവരും മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. വനിതാ പ്രതിനിധിയായിട്ട് ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനത്തേക്ക് വന്നേക്കാം. ഈ സാമുദായിക പരിഗണന നോക്കുകയാണെങ്കിൽ AP അനിൽകുമാർ, അതോടൊപ്പം TN പ്രതാപൻ, T സിദ്ദിഖോ അല്ലെങ്കിൽ അൻവർ സാദാത്തോ, കായംകുളത്തു നിന്നുള്ള M ലിജു വിജയിക്കുകയാണെങ്കിൽ ഇവരും മന്ത്രിസ്ഥാനത്തേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം. ഈ ഘടകകക്ഷിയിൽ നിന്ന്, മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. PK ബഷീറിന് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. പാറക്കൽ അബ്ദുള്ള വിജയിക്കുകയാണെങ്കിൽ മന്ത്രിയാണ്. ശംസുദ്ദീൻ മണ്ണാർക്കാട് മന്ത്രിയായിരിക്കും. VK ബഷീർ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം KM ഷാജി, മഞ്ചളാംകുഴലി അലി എന്നിവർക്കും മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. പിന്നെ CP ജോൺ ഒരു പക്ഷേ മന്ത്രിയാകാൻ വന്നേക്കാം. ഷിബു ബേബി ജോൺ മന്ത്രിയാകും. പാലായിൽ നിന്നും വിജയിക്കുന്ന മാണി സി കാപ്പൻ മന്ത്രിയാവും. PJ ജോസഫിൻ്റെ മകനോ അല്ലെങ്കിൽ മോൻസ് ജോസഫോ മന്ത്രിയാവും. ഇതാണ് UDF മന്ത്രിസഭ വരികയാണെങ്കിൽ മന്ത്രിമാരായിട്ടുണ്ടാകുക.